ഹലോ ഓൾ, നമ്മൾ ഇന്നൊരു ബീട്രൂട്ട് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ചോറിനുമെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എങ്ങനെയാണ് അപ്പം ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നല്ല റെഡ് കളറായിട്ടുണ്ട്, കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10 ചെറിയുള്ളിയും ഒരു 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3 എണ്ണവും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്കേനേക്കാളും ചെറിയൊരു സൈസിലുള്ള പുളിയും കുറച്ച് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് കളറ് നന്നായിട്ട് ചേഞ്ച് ആയതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തത്. തേങ്ങ ഒത്തിരി ബ്രൗണിഷ് കളറൊന്നും ആവേണ്ട കാര്യമില്ല. ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അതായത് ഒരുവിധം അത് പാകമായിട്ടുണ്ടെന്നാണ്. ബീട്രൂട്ടിൻ്റെ കളറും അതേപോലെ ഉള്ളിയുടെ കളറും എല്ലാം ചേഞ്ച് ആയിരിക്കുന്നത്, വളരെ ഗ്ലാസ് പോലെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തണുത്തതും ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ കട്ടിയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ചോറിന് ചമ്മന്തിയായിട്ടും അതേപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം സൈഡ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് കടുക് താളിച്ചും ഉപയോഗിക്കാം, താളിക്കാതെയും ഉപയോഗിക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.